മലപ്പുറത്ത് റേഷൻ കടയിൽ പുഴു നിറഞ്ഞ പഴക്കം ചെന്ന അരി വിതരണം ചെയ്തുവെന്ന് പരാതി. പള്ളിക്കൽ ബസാർ റേഷൻ കടയിൽ നിന്നും വിതരണം ചെയ്ത അരിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. നാട്ടുകാർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ പരാതി നൽകി. മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ പള്ളിക്കൽ ബസാർ അങ്ങാടിയിലുള്ള റേഷൻ കടക്കെതിരെയാണ് ഇങ്ങനെയൊരു ആരോപണം ഉയർന്നത്. ആ ആരോപണം ശരിയാണെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അവിടെ പരിശോധന നടത്തി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ റേഷൻ കടയിലേക്ക് ഒരാൾ അരി വാങ്ങാൻ, ആ നാട്ടുകാരനായ ഒരാൾ അരി വാങ്ങാൻ ചെന്നതായിരുന്നു. അപ്പോൾ ബില്ലടിക്കുകയും ചെയ്തു. പക്ഷേ ഈ അരി കണ്ടപ്പോഴാണ് അതിൽ പുഴുവരിക്കുന്ന നിലയിൽ ഗുണഭോക്താവ് ഈ അരിയിൽ പുഴു കണ്ടത്. ഇതേ തുടർന്ന് ആ അരി തനിക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ബില്ലടിച്ചതുകൊണ്ട് അരി വാങ്ങിക്കൽ നിർബന്ധമായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അരി വാങ്ങുകയായിരുന്നു. പിന്നീട് അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞു. നാട്ടുകാരാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ പരാതി നൽകിയത്. ആ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതരൊക്കെ അവിടെ എത്തി അത് പരിശോധിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അത് പരിശോധിച്ചപ്പോൾ അരി ഉണ്ടെന്ന് കാണുകയും ഇതിങ്ങനെ സൂക്ഷിക്കരുത് എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫുഡ് സേഫ്റ്റി വിഭാഗവും അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ റേഷൻ കടക്കാർക്ക് അത് വിറ്റഴിഞ്ഞാലും വിറ്റഴിഞ്ഞില്ലെങ്കിലും ഒക്കെ ആളുകൾ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഒക്കെ ഒരു നിശ്ചിത കണക്ക് അരിച്ചാക്കുകൾ വാങ്ങണം എന്നൊരു നിർദ്ദേശം ഇവർക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഈ റേഷൻ കടകളിൽ ഇങ്ങനെ അരി കെട്ടിക്കിടക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്നൊരു കാര്യം ഈ റേഷൻ കട നടത്തുന്ന ആളും പറയുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം.